കാര്യം ഏടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കണ്ടോ? ഇത് കൊണ്ടുപോയി ഗോഡൌണിലല്ലേ വെക്കേണ്ടത്. നീ പറഞ്ഞത് ശരിയാ. ഏടി എവിടെ പോയി? ഡോക്ടർ ചക്ക, നിങ്ങൾ എവിടെയാ? ഞാൻ നിങ്ങളോട് എവിടെയാണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ചാടി വരാൻ പറഞ്ഞിട്ടില്ല. എന്റെ കസിൻറാമ, ഞാനിവിടെ ചാരി വെച്ചിരുന്ന ഏടി പെട്ടെന്ന് കാണാതായി. മുകളിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാൻ തപ്പുമായിരുന്നു, അപ്പോഴാ ഏടി കാണാതായി. പൊളിക്കടുത്തല്ലോ. ഷെൽഫിന്ന് സാധനങ്ങൾ എടുക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഇത് നോക്ക്, നടക്കുന്ന വഴിയിലല്ല ഈ ബുക്കൊക്കെ വെച്ചിരിക്കുന്നത്. ഡോക്ടർ ജഡ്കക്ക് യാതൊരു വിവരവും ഇല്ല. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി. എന്നാ പിന്നെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒന്ന് കണ്ടോട്ടെ. പിന്നെ എന്റെ നാട് ഒടിഞ്ഞു, വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ജഡ്ക ഈ ബുക്കല്ലേ തെരഞ്ഞുകൊണ്ടിരുന്ന. ഇതിൽ എന്താണെന്നറിയോ? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി. ഒന്ന് കാണിച്ച്, ഞാനൊന്ന് നോക്കട്ടെ. സമുദ്രത്തിലെ നിധി. വരൂ, നമുക്ക് ചെന്ന് അന്വേഷിക്കാം. പൊളിച്ചെടുത്തല്ലോ. നിങ്ങളുടെ രണ്ടാളോടൊപ്പം ഞാൻ വരില്ല കേട്ടോ. ഇത്തരം യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് സമുദ്രത്തെ ഭയങ്കര പേടിയാ. നിങ്ങൾ കിട്ടുന്ന നിധി തുല്യമായിട്ട് വീതിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തരാം. ആ മരുന്ന് വളരെ അത്ഭുത ശക്തിയുള്ള ഒന്നാണ്. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് മീനുകളെ പോലെ സമുദ്രത്തിലൂടെ നീന്തി കളിക്കാവുന്നതാണ്. എല്ലാം കാണാനും പറ്റും, കേൾക്കാനും പറ്റും, സംസാരിക്കാനും പറ്റുന്നേ. എന്തൊക്കെയാ പറയുന്നു ഡോക്ടർ ജഡ്ക? ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കോ? എന്താ ഇത്ര സംശയം പറ്റലു? തീർച്ചയായിട്ടും സംഭവിക്കും. ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. നമ്പർ 1 എവിടെ പോയി? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അവൻ എവിടെ പോയി കിടക്കുക? എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുമായിരിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യം വിട്ടിട്ട് വല്ല ചിക്കലി കിട്ടുന്ന കാര്യം പറയണേ. മനുഷ്യൻ ഇവിടെ വിശന്നിട്ട് വയ്യ. ബോസ്, ഉഗ്രനൊരു സന്തോഷ വാർത്തയും കൊണ്ടുവന്നിരിക്കുക. പറഞ്ഞാ വിശ്വസിക്കാൻ പോലും പറ്റില്ല. സന്തോഷ വാർത്തയോ? അത് കേട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞു തുലക്കേ. സന്തോഷം എന്ന് പറഞ്ഞാലും പോരാ, അതിഭയങ്കര സന്തോഷാ ബോസ്. അത് കേൾക്കുമ്പോ ബോസിന് മനസ്സിലായിക്കോളും. ആ മോട്ടു പത്തിന് ഉള്ളിടത്തോളം കാലം എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്താലും അമ്മാരും ഇതൊക്കെ കൊളവാക്കും. ബോസ്, വേണമെങ്കിൽ ഇപ്രാവശ്യം ബോസ് ഇടപെട്ടോളൂ. ഓ, ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. എന്റെ സഹോദരന്മാരെ, എന്റെ ചങ്കുകളെ, നിങ്ങൾ ഈ മീന്റെ ഗുളിക കഴിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് മീനുകളെ പോലെ സമുദ്രത്തിനടിയിൽ നീന്താനും എന്തും ചെയ്യാനും സാധിക്കും. നിങ്ങൾ രണ്ടുപേരും തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു സംഭവം ഞാൻ കാണണേ. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ലല്ലോ. നമുക്ക് അതിനെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓർമ്മ വന്നു. വെള്ളത്തിൽ ഇറങ്ങി മീനുകൾ കഴിക്കുന്ന എന്ത് സാധനമായാലും നമുക്ക് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളായിട്ടേ തോന്നുകയുള്ളൂ. പൊളിച്ചെടുത്തല്ലോ. അതിന്റെ അർത്ഥം ഇവർക്ക് രണ്ടാൾക്കും വിശന്ന് ചെറിയ മീനെ തിന്നു കഴിഞ്ഞാൽ ഇവരെ തിന്നാൻ വലിയ നീരാളിയും തിമിംഗലൊക്കെ വരുമെന്നല്ലേ? കാരണം ഇവരുടെ ഉള്ളില് മീന്റെ എല്ലാ ഗുണഗണങ്ങളും ഉണ്ടാവും. എനിക്ക് നിന്നെ ഓർത്തിട്ടല്ല, മോട്ടുവിനെ ഓർത്തിട്ടാ വിഷമം. കാരണം അവൻ ഒടുക്കത്തെ വിശപ്പാണല്ലോ. നിങ്ങള് വിഷമിക്കേണ്ട. നിധി കിട്ടിയ ഉടനെ അവനെ മുകളിലേക്ക് കൊണ്ടുവരാം.
അത് നോക്ക്, മാപ്പിലുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ ശരിക്കുള്ള വഴിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണ് കാണാനല്ലേ. വരൂ, നമുക്കല്പം വിശ്രമിക്കാം. എന്താ ഇത്? ഈ കല്ലെന്താ ഇങ്ങനെ ഇളകുന്നേ? അത് കല്ലല്ല, ഒക്ടോപ്പസ് ആണ്. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നന്ദിയുണ്ട് ചേട്ടാ, എന്തായാലും വന്നത് നന്നായി. ആഞ്ഞു വലിച്ചോ, നല്ലോണം വലിക്ക്. വലിച്ചോ. താങ്ക് യു, രക്ഷപ്പെട്ടേ. വളരെ നന്ദി. ഇത് നമ്മളെ രക്ഷിക്കാനല്ല പത്തില് വന്നത്, ഭക്ഷിക്കാനാണ്. രക്ഷിക്കണേ. എന്താ ഇത്? ഇവിടെ മുഴുവൻ ആൾക്കാരും ഉണ്ടല്ലോ. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യും മോട്ടു. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്. എന്റെ ഈശ്വര, ഞങ്ങൾക്ക് നിധിയൊന്നും വേണ്ടേ? എന്റെ ദൈവങ്ങളെ, ഒരു തവണ ഞങ്ങളെ രക്ഷിക്കൂ, പിന്നെ ഞങ്ങൾ ഒരിക്കലും ശല്യം ചെയ്യില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ. തിന്ന്, ഞങ്ങൾ തിന്ന്, വന്ന് തിന്ന്. വാ, നമുക്ക് പോകാം. ഇവരെ തല്ലിയിട്ട് എന്താ കാര്യം? രക്ഷിക്കണേ. വെള്ളത്തിലൂടെ ഓടിപ്പിക്കൂ നീ ഞങ്ങളെ. അത് നോക്കൂ ബോസ്, മോർത്തു എങ്ങനെയാണ് തിമിംഗലുമായി നേരിടുന്നതെന്ന്. അവൻ നല്ല ധൈര്യശാലിയാ. തിമിംഗലത്തെ നേരിടുക എന്ന് പറയുന്നതൊക്കെ അത്ര വലിയ കേസൊന്നും അല്ലതേ. ശരിക്കും ഒരു തിമിംഗലം വരുവാണെങ്കിൽ ഞാൻ അതിനെ മലർത്തിയടിക്കില്ലേ. അതാണ് ജോൺ, ഡോൺ ജോൺ. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ ഉണ്ടാക്കിയിരിക്കുന്നേ. ബോസ്, നിങ്ങൾ പറഞ്ഞത് ഈശ്വരൻ കേട്ടു. അങ്ങേക്ക് ആ തിമിംഗലവുമായി നേരിടാനുള്ള അവസരം കൈവന്നിരിക്കുന്നു. ഏറ്റവും നല്ല അവസരമാ കൈവന്നിരിക്കുന്നത്. കാലന്മാരെ ഇത് തുറക്കാം, എന്നെ രക്ഷിക്കാം, ഒന്ന് തുറന്ന് തോലക്കണം. ബോസ്, ബോസ്, അങ്ങന്ന് ഈ തിമിംഗലത്തിനെ കൊല്ലില്ലേ? നീ എന്നെ കൊല്ലാൻ നോക്കുവാണോടെ? നമ്മള് നിധി അന്വേഷിച്ച വന്ന് നല്ലവരെ തിമിംഗലത്തിനെ പിടിക്കാൻ അല്ലണം മണ്ട, മനസ്സിലായോ? മതി മോട്ടോ, മതി. ഇത്രയൊക്കെ ദേഷ്യം കാണിച്ചത് മതി. നമുക്ക് ഇവിടുന്ന് നിധിയെടുത്ത് വേഗം പോകാം. ഭക്ഷണം കഴിക്കാതെയോ? എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. സമൂസയാന്നും പറഞ്ഞോണ്ട് ഒന്നും വിഴുങ്ങരുത്. ഞാൻ പറഞ്ഞത് നിധിയുടെ കാര്യ. സമൂസേ കൊള്ളാമല്ലോ, പൊളിച്ചേ. എന്റെ മോട്ടു, അത് സമൂസയല്ല, ഷാർക്കാണ്, ഷാർക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഡോക്ടർ ജഡ്ക പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഇവൻ ഭയങ്കരനായ ഒരുത്തനാണെന്ന് തോന്നുന്നു. വാ, ഓടി രക്ഷപ്പെടാം, ഓടിക്കോ. സമൂസേ. ബോസ്, ബോസ്, മോട്ടുവിന്റെ ധൈര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. നോക്കൂ, ഒറ്റയ്ക്ക് തിമിംഗലത്തെ നേരിട്ട് അതിനെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു. ഒന്ന് മിണ്ടാതിരിക്കെ. എപ്പോ നോക്കിയാലും മോട്ടുവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനാണോ നിന്റെ ബോസ്, അതോ മോട്ടു ആണോടാ? എന്റെ മോട്ടു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ നിന്റെ കാര്യം മാത്രം നോക്കാതെ നിധി എടുക്കാനുള്ള വഴി നോക്ക്. എന്താന്നറിയില്ല, എനിക്ക് എന്തിനെ കണ്ടാലും സമൂസയായിട്ട് തന്നെ തോന്നുന്നു. ഇതൊക്കെ ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാ.
മോട്ടു പത്രു, നിങ്ങളൊരു കാര്യം ചെയ്തേക്ക്. ആ നിധി എന്റെ പേരിലേക്ക് ആക്കിയേക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ പറഞ്ഞത്. കവിതയുടെ കാര്യമൊക്കെ വിട്ടിട്ട് നിധി വാങ്ങിക്കാൻ നോക്കണമണ്ട. തിരിഞ്ഞോടിക്കൂ. എടോ കസീട്ടാറാമേ, മോട്ടും പത്തിലും ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇവനെന്താ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചോ? പൊളിച്ചെടുത്തല്ലോ. ഇവൻ ഈ തിമിംഗലിന്റെ വയറ്റിന്ന് എങ്ങനെ പുറത്തേക്ക് വന്നത്? സോറി, വെരി വെരി സോറി. ഒരു തിമിംഗലം ഞങ്ങളെ വിഴുങ്ങി കളഞ്ഞു. കൂട്ടത്തിൽ ആ നിധിയും വിഴുങ്ങി. ഇത്രയും നേരം ഞങ്ങളുടെ കയ്യിലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ നിധി ആരുടെ കയ്യിലാണെന്ന് അറിയോ? ആ കള്ളന്റെ കയ്യിൽ. നിധി അവന്റെ കയ്യിലാണ്. ദാ കണ്ടോ? ഒന്ന് നിക്കണേ. തിമിംഗല ചേട്ടാ പോവല്ലേ. ഒരെണ്ണം തന്നിട്ട് പോ. ഒരെണ്ണം മതി. ആരെങ്കിലും രക്ഷിക്കണേ. ഇന്ത്യൻ ടീമിന് ഇനി ജയിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് 4 റണ്ണ് മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ളത് ഒരു ബോളും. ഈ മാച്ച് ഇന്ത്യൻ ടീമിന് ജയിക്കാൻ കഴിയുമോ? ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്കത് കാണാം. ഈ ക്രിക്കറ്റ് കളിക്കാർക്കൊക്കെ നല്ല സുഖമാ. 5 ദിവസമല്ലേ ടെസ്റ്റ് മാച്ച്. നീ പറഞ്ഞത് ശരിയാ. ക്രിക്കറ്റ് കളിച്ച് കോടികളാ ഉണ്ടാക്കുന്ന. പോരാത്തതിന് പരസ്യങ്ങളിൽ നിന്നും സമ്പാദിക്കുന്നുണ്ട്. നമുക്ക് ക്രിക്കറ്റ് കളിക്കാറായാ മതിയായിരുന്നു. ഒരുപാട് കാശുണ്ടാക്കാമായിരുന്നു. പരസ്യങ്ങളിൽ അഭിനയിച്ച് സുഖിക്കായിരുന്നു. എനിക്കും. നീ ആലോചിക്ക്, നമ്മൾ വ്യത്യസ്ത പ്രോഡക്റ്റിന്റെ ആഡിൽ അഭിനയിച്ച് കോടീശ്വരന്മാരായി മാറും. നിങ്ങളുടെ മൃണാലിനെ അകത്താക്കൂ, ശക്തി നേടൂ. എന്റെ ഈ ദൃഢ കോമളമായ ശരീര സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ മൃണാലിനി മാത്രമാണ്. അതെ, ഞാനും ഈ മരുന്ന് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഞാനും ശക്തിമാനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും ഈ മരുന്ന് കഴിക്കൂ, വേഗം ശക്തിമാനായി മാറൂ. ശ്വാസം പിടിച്ചു വെച്ച് തളർന്നു പോയി. ഇങ്ങനെ അധ്വാനിച്ച് എനിക്ക് വയ്യാതായി. ശരിയാ, നമുക്കും ക്രിക്കറ്റ് പ്ലെയർ ആവാം. ആ അതെ, മോട്ടു പത്ലു ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞ മത്സരം നമുക്ക് സംഘടിപ്പിക്കാം. ഈ ലോകത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ എത്ര വലിയ കളിക്കാരാണെന്നുള്ളത്. വരൂ, നല്ല കാര്യങ്ങൾ ഇനി മാറ്റിവെക്കാൻ പാടില്ല. നമ്മൾ ആരാണെന്ന് ലോകം അറിയണം. കൊള്ളാം, ഇത് നല്ല ഐഡിയ. ഞാനും ഉണ്ട് ക്രിക്കറ്റ് കളിക്കാൻ. പിന്നെ സമൂസ ആരുണ്ടാക്കും? കോഴികൾ ഉണ്ടാക്കുമ്പോഴാ സമോസ ഉണ്ടാക്കാൻ പോകുന്നേ. അതിനൊക്കെ ഇനി ആർക്കാ സമയം? അല്ല, ആരായി ബോൾ അടിച്ചേ? എന്റെ അമ്മോ, നിങ്ങൾ എന്ത് ചോദ്യായി ചോദിക്കുന്നത്? എനിക്ക് വെടിവെക്കാൻ അറിയുള്ളൂ, പന്തടിക്കാൻ അറിയില്ല. ഇവിടെ നിങ്ങൾ മാത്രമാ ക്രിക്കറ്റ് കളിച്ചത്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും ബോളും അടിച്ചത്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കില്ല. We are sorry. അതിനിപ്പോ സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഗെയിം കളിക്കുമ്പോൾ ഇതൊക്കെ സാധാരണമല്ലേ? എനിക്കും ഗെയിംസ് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ കളിക്കുന്നത് ഫുട്ബോൾ ആണ്. പിന്നെ ഞാനൊരു കിക്ക് അടിക്കുമ്പോ എന്റെ ബോൾ എത്ര ദൂരം വരെ പോകും നിങ്ങൾക്ക് അറിയാവോ? പൊളിച്ചെടുത്തല്ലോ. എത്ര ദൂരം? ഇങ്ങോട്ട് വരും. എന്നിട്ട് എല്ലാരും ഇവിടെ വന്ന് ലൈനിൽ നിന്ന് ഒരുമിച്ച് അങ്ങോട്ട് നോക്കൂ. ഇന്നാ പിടിച്ചോ, പിടിച്ചോ. നീ പോയിക്കോ. എന്നിട്ട് സ്വന്തം പോയി നോക്കിയാ മതി എന്റെ ബോൾ എത്ര ദൂരം വരെ പോകുമെന്ന്. ഇനി എങ്ങാനും ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് ഞാൻ കണ്ട, ഞാൻ നിങ്ങളുടെ ഹോക്കി കളിക്കും. എന്റെ നാട്ടല്ല പൊട്ടിയതാ തോന്നുന്നു.
എന്റെ രോഗികളാണെങ്കിൽ സത്യം ഒരു തവണയെങ്കിലും ആ ബോക്സർ എന്റെ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ അയാള് ബോക്സിംഗ് മറന്നു പോകത്തക്ക വിധം ഞാൻ ആക്കി വിടും. ഈ അപമാനം എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ശരിയോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. പക്ഷെ നമുക്കതിന് എന്ത് ചെയ്യാനൊക്കും? നമ്മൾ ഇവിടെ ഈ കാട്ടിൽ ക്രിക്കറ്റ് കളിച്ചിരിക്കും. കണ്ടില്ലേ എത്ര മനോഹരമായ സ്ഥലം. പൊളിക്കടുത്തല്ലോ. കാട്ടിലാണോ ക്രിക്കറ്റ് കളി? അത് പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. Why fear when Chingam is here? ചിങ്കത്തിട്ടിടുന്ന കാട് രക്ഷപ്പെടുന്നത് impossible, highly impossible. ആര് വന്നാലും ശരി അവരെല്ലാം ഞാൻ വെടിവെക്കും. വെക്കും വെടിവെക്കും ഞാൻ. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വിക്കറ്റ് പോയി. ഡിങ് ഡോങ് ഡിങ് ഡോങ് ഡിങ് ഡിങ് ഡോങ്. വേഗം വാതിൽ തുറന്നില്ലെങ്കിൽ എറിയും ഞങ്ങൾ ബോംബ്. ഇതെന്താണ് ഇക്കാലത്തും അലിബാബയും 40 കള്ളന്മാരോ? എന്റെ മോട്ടു ഇത് അതുപോലെ അലിബാബയും 10 കള്ളന്മാരെന്നാ തോന്നുന്നേ. ചിങ്കം സാറേ വേഗം എഴുന്നേൽക്കൂ. ഇപ്പൊ പോലീസിന്റെ സേവനം അത്യാവശ്യമാണ്. എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്. ഡിങ് ഡോങ് ഡിങ് ഡോങ് ഡിങ് ഡിങ് ഡോങ്. ഞാൻ എടുക്കേണ്ടതെല്ലാം എടുത്തു കഴിഞ്ഞു. വേഗം നീ അടഞ്ഞില്ലെങ്കിൽ വീണ്ടും എറിയും ഞാൻ ബോംബ്. ചിങ്കം സാറേ വേഗം പിടിക്ക്. അതാ പോകുന്നു അവൻ. ആരാണെന്ന് ചോദിച്ചില്ലേ? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. കമാൻഡ് യു. ചിങ്കൻ സാറേ, ഈ ഗുഹ കൊള്ളക്കാരുടേതാ. എനിക്ക് തോന്നുന്നു അകത്ത് നിധിയുണ്ടെന്ന്. എല്ലാരും പുറകോട്ട് മാറി നിൽക്കൂ. ആ വാതില് ഞാൻ തുറക്കാം. ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു. വാതില് തുറക്കൂ. ഡിങ് ഡോങ് ബെൽ, പുസീസ് ഇൻ ദ വെൽ. പിന്നെന്തായിരുന്നപ്പാ? എന്റെ മോട്ടു ഇത് നഴ്സറി റൈംസ് ആണ്. അവര് പാടിയത് ഇതല്ല. അവര് പാടിയത് ഡിങ് ഡോങ് ഡിങ് ഡോങ് ഡിങ് ഡിങ് ഡോങ്. വേഗം വാതിൽ തുറന്നില്ലെങ്കിൽ എറിയും ഞങ്ങൾ ബോംബ്. ഇത് മുഴുവൻ നമ്മുടെയാണ്. ആർക്ക് എന്ത് വേണേലും എടുത്തോളൂ. അപ്പോ നിങ്ങൾ കള്ളന്മാരുടെ വീട്ടിൽ മോഷ്ടിക്കാൻ ഇറങ്ങിയതാണല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. Name is Chingam. Inspector Chingam. ചിങ്കത്തിനടുന്ന് രക്ഷപ്പെടുന്നത് impossible, highly impossible. ഇപ്പൊ തന്നെ ഇതെല്ലാം എന്റെ അടുത്ത് സറണ്ടർ ചെയ്യണം. ചെയ്യണം. The name is ചിപ്പർ സിംഗ്. ചിപ്പറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. ആരെങ്കിലും അനങ്ങിയാൽ ഞാൻ വെടിവെക്കും. എന്റെ അമ്മോ, നീ എന്താ എന്റെ ഡയലോഗ് പറയാണോ? ഓ ചിപ്പർ, എന്റെ സഹോദര, എന്റെ ചങ്കെ, ഞങ്ങൾ ഈ കാട്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോ അറിയാതെ ഇതിനകത്ത് വന്ന് പെട്ടുപോയതാ. അറിയാതെയാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരവസരം കൂടെ തരാണ് കേട്ടോ. പക്ഷേ അതിന് നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു കളിയിൽ തോൽപ്പിക്കേണ്ടി വരും. നിങ്ങൾ ജയിച്ചാൽ ഇവിടുന്ന് പുറത്തേക്ക് പോവാം, അല്ലെങ്കിൽ തോറ്റാൽ ഇവിടുന്ന് നേരെ മേളിലേക്ക് പോവാം. ഷൂട്ടിങ്ങിന്റെ ഒരു ഗെയിം വയ്ക്കാം അല്ലേ? എന്താ, നന്നായിരിക്കില്ലേ? ചിപ്പർ സിംഗ്, മുകളിൽ നിന്ന് നാളികേരം വീഴുന്നത് നിനക്കിപ്പോ കാണണോ? Shut up. ഞാനിപ്പോ ജോക്ക് അടിക്കുന്ന മൂഡിലല്ല. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ നമ്മളെ മേലേക്ക് അയക്കും. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ചിപ്പർ ചേട്ടാ, മാരത്തോൺ പോലുള്ള വല്ല പരിപാടി ഉണ്ടെങ്കിൽ നോക്ക്. നമുക്ക് ആരാ സ്പീഡിൽ ഓടുന്നതെന്ന് നോക്കാം. എന്നെ മണ്ടനാക്കാൻ നോക്കാണോ? ഇവിടുന്ന് പുറത്തോടാൻ ശ്രമിക്കാണോ? പക്ഷേ എന്റെ വെടിയുണ്ടേനേക്കാളും വേഗത്തിൽ നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല. എന്നാ ചിപ്പറേ, നമ്മള് തമ്മിലൊരു ക്രിക്കറ്റ് മാച്ച് കളിക്കാം. അതില് ഞങ്ങള് ജയിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകും. ഒരു പക്ഷെ തോറ്റു കഴിഞ്ഞാലോ മുകളിലേക്ക് പോകും. ഈ ക്രിക്കറ്റ് കളി ഇപ്പോഴെന്തിനാ വെച്ചത്? കൊള്ളക്കാരടുത്ത് രക്ഷപ്പെടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഇവര് കൊള്ളക്കാരാണ്. ഇവർക്ക് തോക്കൊണ്ട് വെടിവെക്കാൻ അറിയാം, കത്തിയോണ്ട് കുത്താനും അറിയാം. പക്ഷെ ബാറ്റിങ്ങും ബോളിങ്ങും ഇവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അതുകൊണ്ട് നമുക്കിവരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റും. വെരി ഗുഡ് ഐഡിയ എന്റെ ചങ്ക്. ഇപ്പോഴാ എനിക്ക് വിശ്വാസമായത് നമുക്ക് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടാമെന്ന്. ക്രിക്കറ്റ് മാച്ചോ?
ഐഡിയ എന്തായാലും നല്ലത് തന്നെയാ. എന്റെ ഫേവറേറ്റ് ഗെയിമും ക്രിക്കറ്റ് തന്നെയാണ്. എടാ വൃത്തികെട്ടവനെ ഭ്രാന്ത, നീ ഞങ്ങളെ എല്ലാവരെയും മോളിൽ പറഞ്ഞുവിടാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വെച്ചിരിക്കുവല്ലേ? എന്താണത്? ഇതൊരു റിമോട്ട് കൺട്രോൾ ബോംബാണ്. ഇനി ഞങ്ങളുടെ പ്ലേയേഴ്സിനെ ഔട്ടാക്കാൻ നിന്റെ വിരൽ ഉയർന്നാൽ ഈ റിമോട്ട് കൺട്രോൾ ഞങ്ങൾ പ്രസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ കിടന്ന് മരിക്കുക. ടിങ് ടിങ്. എന്റെ അമ്മോ, ഞാൻ എങ്ങനെ അമ്പയറിംഗ് ചെയ്യും? സിക്സർ, സിക്സർ. No, 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 no ball. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ റിമോട്ട് ഉണ്ട്. ഓവറുകളെല്ലാം അവസാനിച്ചപ്പോൾ ടോട്ടൽ സ്കോർ 420. ഫസ്റ്റ് ഇന്നിംഗ്സ് ഇതാ തീർന്നിരിക്കുന്നു. മിസ്റ്റർ ചിങ്കം, നിങ്ങളുടെ അമ്പയറിംഗ് നല്ല ക്ലാസ്സുള്ള അമ്പയറിംഗാ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ പൊടി പോലും കാണില്ല. എന്റെ അമ്മോ, ഞാൻ എന്താ ചെയ്യാ? ഇനി എല്ലാ ബോളും ഔട്ട് കൊടുത്താ മതി. ഇനി ഒരു നോ ബോൾ പോലും കൊടുക്കാൻ പാടില്ല കേട്ടോ. മേലിൽ നിങ്ങൾ ഇതുപോലെ ആവർത്തിച്ചാലുണ്ടല്ലോ നിങ്ങൾ ഞാൻ. അപ്പൊ ശരി, ഞാൻ ഇങ്ങോട്ട് വന്നാലും ശരി അങ്ങോട്ട് പോയാലും ശരി എനിക്ക് അടി ഉറപ്പാണെന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഞാൻ ആരെ കൂടെ നിൽക്കേണ്ടത്? ഇരു ടീമുകളെയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സർദാർ സിംഗ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്യാപ്റ്റൻ. മാച്ച് ഇതാ വീണ്ടും തുടങ്ങാൻ പോകുന്നു. അമ്പയർ ചിങ്കം ഇതാ റെഡിയാണ്. ഓർമ്മ വേണം, എന്റെ കയ്യിൽ ഇതാ റിമോട്ട് ഉണ്ട്. തീരുമാനം എനിക്ക് എതിരാണെങ്കിൽ ഞാൻ ഈ റിമോട്ട് പ്രസ് ചെയ്യും. ഇതാ മോട്ടു പത്രുവിന്റെ ടീം ബാറ്റിംഗ് വരുന്നു. ഇതാ ബാറ്റിംഗ് ചെയ്യുന്നത് ബോളർ. എന്റെ അമ്മോ, അറിഞ്ഞാൽ ലൈഫ് ടൈം ബാൻ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരിക്കലും കളിക്കാനേ പറ്റില്ല. ഇതാ ചായക്കടക്കാരൻ വന്നിരിക്കുന്നു. ഇതാ ബോൾ വരുന്നു. അടുത്തത് മോട്ടുവിന്റെ ബാറ്റിംഗ്. മോട്ടു ഇതാ എങ്ങനെ കളിക്കാൻ പോകുന്നത് നോക്കാം. ബോൾ അടിച്ചില്ല. എനിക്ക് തോന്നുന്നു മോട്ടു ബോൾ പോലും കണ്ടില്ല. ബോൾ ഇതാ വിക്കറ്റ് കീപ്പറിന്റെ കയ്യിൽ സേഫ്. വീണ്ടും ഇതാ കയ്യിലേക്ക് തന്നെ. മോട്ടു ഇതാ ഓരോ പന്തും വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവാണെങ്കിൽ ഇവരെങ്ങനെ ജയിക്കാനാണ്? ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ചെയ് പത്ലു. ഐഡിയ. ഇതാ ബോൾ വരുന്നു. എനിക്ക് വിശ്വസിക്കാൻ ഈ ബെൽറ്റിൽ ഒരു ബോംബുണ്ട്. നീ ഇനി ഷോട്ട് അടിച്ചാൽ ആ കമന്റേറ്റർ അവിടെ ഇരുന്നുകൊണ്ട് ഈ ബോംബിന്റെ റിമോട്ട് കൺട്രോൾ പ്രസ് ചെയ്യും. ഇതാ ബോൾ എന്റെ നേർക്ക് വരുന്നു. എന്താണെന്ന് നോക്കാം. ഒരു ബോൾ ബാക്കിയുണ്ട്. നിനക്ക് ആവശ്യമുള്ളത് 4 റണ്ണാണ്. ഇനി നീ ഷോട്ട് അടിച്ചാൽ നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് മരിക്കേണ്ടി വരും. പത്ലു, സമൂസ വല്ലതും ബാക്കിയിരിപ്പുണ്ടോ? ഞാൻ ക്ഷീണിച്ചു പോയി. കഴിഞ്ഞു, ഇതുകൂടെ ഉള്ളൂ. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ.